the number of square centimeters in the surface area of a sphere is equal to the number of cubic centimeters in its volume. Find the diameter of the sphere. സർഫസ് ഏരിയയിലുള്ള സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സും വോളിയത്തിലുള്ള ക്യൂബിക് സെൻറ്റിമീറ്ററും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയയും വോളിയമും ഈക്വൽ ആണ്. അതായത് വോളിയം ഈക്വൽ ടു സർഫസ് ഏരിയ. സ്ഫിയറിൻ്റെ വോളിയം ഫോർമുല 4/3 πr³ ആണ്. ഇറ്റ്സ് ഈക്വൽ ടു സർഫസ് ഏരിയ, സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ 4πr². ഇങ്ങനെ എഴുതി. ഇവിടെ ഈക്വൽ ടു ആണ്. ഇതൊരു ഇക്വേഷൻ പോലെ, ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും എന്തെങ്കിലും ഒരുപോലെ വന്നാൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇതിൽ 4π നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെയും 4π ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി ഇവിടെ എന്ത് വരുന്നത് r³ by 3 ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ r². നമുക്കിതിനെ ഈ r³ r ഇൻറ്റു r എന്ന് എഴുതാം. ബൈ 3 ഇസ് ഈക്വൽ ടു ഇവിടെ r ഇൻറ്റു r എന്ന് എഴുതാം r². എഗെയിൻ നമുക്ക് 2 r ഇവിടെ ക്യാൻസൽ ചെയ്തു, റൈറ്റ് സൈഡിലും 2 r ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഇനി എന്താ ഉള്ളത് r/3 ആണ്. r/3 ഈക്വൽ ടു ഇവിടെ എല്ലാം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1 എഴുതാം. r/3 1 ആയാൽ r എങ്ങനെ കാണുക 1 × 3 എന്ന് എഴുതാം. ഫോർ r ഇസ് ഈക്വൽ ടു 1 × 3 ഇസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. റേഡിയസ് കിട്ടി. ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ ആണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡബിൾ എടുത്താൽ മതി. ദെർഫോർ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 2 × റേഡിയസ് ആണ്. റേഡിയസിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡയമീറ്റർ കിട്ടുക. അപ്പോൾ 2 × റേഡിയസ് ഇസ് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 6 സെൻറ്റിമീറ്റേഴ്സ്. ഡയമീറ്റർ ഓഫ് എ ഫുട്ബോൾ ഈസ് 5 times ദ ഡയമീറ്റർ ഓഫ് എ ക്രിക്കറ്റ് ബോൾ. ക്രിക്കറ്റ് ബോളിൻ്റെ ഡയമീറ്ററിൻ്റെ 5 times ആണ് ഫുട്ബോളിൻ്റെ ഡയമീറ്റർ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സർഫസ് ഏരിയാസ് ഓഫ് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ബോൾ. ഈ ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റ് ബോളിൻ്റെയും സർഫസ് ഏരിയാസിൻ്റെ റേഷ്യോ കാണണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഡയമീറ്റർ ഓഫ് ഫുട്ബോൾ 5 times ആണ് ഡയമീറ്റർ ഓഫ് ക്രിക്കറ്റ് ബോൾ. ക്രിക്കറ്റ് ബോളിൻ്റെ ഡയമീറ്ററിൻ്റെ 5 times ആണ് ഫുട്ബോളിൻ്റെ ഡയമീറ്റർ. അപ്പോൾ നമുക്ക് ഡയമീറ്റർ ഓഫ് ഫുട്ബോൾ ഇസ് ഈക്വൽ ടു 5 × ഡയമീറ്റർ ഓഫ് ക്രിക്കറ്റ് ബോൾ എന്ന് എഴുതാം. ഇനി ഡയമീറ്റർ 5 times ആണെങ്കിൽ റേഡിയസും 5 times ആയിരിക്കും. കാരണം ഡയമീറ്ററിൻ്റെ ഹാഫാണ് റേഡിയസ്. അപ്പോൾ 2ൻ്റെ ഹാഫ് എടുക്കുമ്പോഴേ 2ൻ്റെ റേഡിയസ് കിട്ടുള്ളൂ. അപ്പോൾ ഡയമീറ്റർ 5 times ആയതുകൊണ്ട് റേഡിയസും 5 times ആയിരിക്കും. അപ്പോൾ റേഡിയസ് ഓഫ് ഫുട്ബോൾ ഇസ് ഈക്വൽ ടു 5 × റേഡിയസ് ഓഫ് ക്രിക്കറ്റ് ബോൾ. നമുക്ക് ഫുട്ബോളിൻ്റെ റേഡിയസ് r1 എന്ന് എടുത്ത് വരിക്കുക ഈക്വൽ ടു 5 × ക്രിക്കറ്റ് ബോളിൻ്റെ റേഡിയസ് r2 ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം r1 ഈക്വൽ ടു 5r2 എന്ന് എഴുതാം. അവിടെ ഇരിക്കട്ടെ. ഇനി 2ൻ്റെ സർഫസ് ഏരിയാസ് കാണണം, 2 റേഷ്യോ കാണുക. സർഫസ് ഏരിയ ഓഫ് ഫുട്ബോൾ ഷേപ്പ് സ്ഫിയർ ആണ് അല്ലേ. അപ്പോൾ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ഫോമുല 4πr² ആണ്. നമുക്ക് 4πr1² എടുക്കാം. ഫുട്ബോളിൻ്റെ നമ്മൾ r1 ഇവിടെ പറഞ്ഞല്ലോ, റേഡിയസ് r1 എടുക്കണത്. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു 4π × r1 എന്ന് പറയുന്നത് എന്താ 5r2 ആണ് അല്ലേ. ക്രിക്കറ്റ് ബോളിൻ്റെ റേഡിയസിൻ്റെ 5 times. അപ്പം നമുക്ക് ഈ r1 പകരം 5r2 എന്ന് എടുക്കാം. അപ്പോൾ 5r2 അതിന് സ്ക്വയർ എടുക്കണം. r1² ഉണ്ട്. അപ്പോൾ 5r2² ഈക്വൽ ടു 4π × 5ൻ്റെ സ്ക്വയർ 25r2² എന്ന് എഴുതണം. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 25 100πr2² എന്ന് എഴുതാം. എന്താണത്? ഇത് ഫുട്ബോളിൻ്റെ സർഫസ് ഏരിയ നമുക്ക് കിട്ടി. ഇനി നമുക്ക് സർഫസ് ഏരിയ ഓഫ് ക്രിക്കറ്റ് ബോൾ കാണാം. അതും സ്ഫിയർ ആണ് ഷേപ്പ്. ഫോമുല എന്താ 4πr²നെ 4πr2² എടുക്കാം. കാരണം ക്രിക്കറ്റ് ബോളിൻ്റെയാണ് നമ്മൾ റേഡിയസ് r2 നടത്തുന്നത്. 4πr2². അതൊന്നും ചെയ്യേണ്ട, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ 2ൻ്റെയും നമുക്ക് എന്ത് കിട്ടി സർഫസ് ഏരിയ. ഇനി ഇതിൻ്റെ റേഷ്യോ കാണണം. ഇപ്പോൾ നമുക്കിവിടെ സ്പേസ് ഇല്ലാത്ത കാരണം മുകളിലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അവിടെ ചെയ്യാം. നമ്മൾ A1:A2 ദാറ്റ് മീൻസ് ഏരിയയാണ് A1. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ സർഫസ് ഏരിയ, A2 ക്രിക്കറ്റ് ബോളിൻ്റെ സർഫസ് ഏരിയ. ഇതിൻ്റെ റേഷ്യോ കാണാണ്. ഫുട്ബോളിൻ്റെ സർഫസ് ഏരിയ നമുക്ക് കിട്ടിയിരിക്കുന്നത് 100πr2² എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈസ് ക്രിക്കറ്റ് ബോളിൻ്റെ സർഫസ് ഏരിയ 4πr2² എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 100πr2² ഈസ് 4πr2². റേഷ്യോയിൽ 2ലും ഒരുപോലെ വന്നാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ പൈയും r2² ക്യാൻസൽ ചെയ്തു, പൈയും r2² ക്യാൻസൽ ചെയ്തു. ഇവിടെ എന്താ ഉള്ളത് ബാക്കി 100 ഈസ് ഇവിടെ 4. ഇത് നമുക്ക് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 × 4 ആണ് 100, 1 × 4 ആണ് 4. അപ്പോൾ ആൻസർ 25:1. Calculate the edge of a cube whose volume is 1331 cm3. ഒരു ക്യൂബിൻ്റെ വോളിയം നമുക്ക് തന്നത് 1331 cm3. അതിൻ്റെ എഡ്ജ് കാണണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വോളിയമാണ് ഇത് എഴുതുക, 1331 എഴുതുക. ഇനി വോളിയം കാണാനുള്ള ഫോമുല, ക്യൂബിൻ്റെ വോളിയം കാണാനുള്ള ഫോമുല എന്താണ്? A³ ദാറ്റ് മീൻസ് ബേസ് എഡ്ജിൻ്റെ A എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജാണ്.
അതിൻ്റെ ക്യൂബ് എ ഈക്വൽ ടു ബേസ് എഡ്ജ് അതിൻ്റെ ക്യൂബ് ഈക്വൽ ടു 1331. എ എന്ന് പറയുന്നത് എന്താണ്? ബേസ് എഡ്ജാണ്. നമുക്കതാണ് കാണേണ്ടത് അല്ലേ? കാൽക്കുലേറ്റ് എഡ്ജ് കാണണം. അപ്പോൾ ഇതിൽ എ ക്യൂബ് 1331 ആണെങ്കിൽ എ എങ്ങനെ കാണും? എ ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 1331. ഇത് 1331 ക്യൂബ് റൂട്ട് 11 ആണ്. 11 × 11 × 11 ആണ് 1331. അപ്പോൾ എഡ്ജ് എത്രയാണ്? 11 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് എ സ്ഫിയർ ഹൂസ് സർഫസ് ഏരിയ 616 സെൻറ്റിമീറ്റർ സ്ക്വയർ. സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് കാണേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് സർഫസ് ഏരിയ 616 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സർഫസ് ഏരിയ ഈസ് 616. സർഫസ് ഏരിയ ഫോമുല എഴുതുക. ക്യൂബിൻ്റെ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്താണ്? 4πr² ആണ്. 4πr² ഈക്വൽ ടു 616. 4 ഇൻറ്റു പൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 22/7 ഇൻറ്റു r². 4 ഇൻറ്റു 22/7 ഇൻറ്റു r² ഇസ് ഈക്വൽ ടു 616. ഇതിന്ന് r² കാണണമെങ്കിൽ r² ഇസ് ഈക്വൽ ടു ഇതൊക്കെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ് ന്യൂമറേറ്റേഴ്സ് ആവും, ന്യൂമറേറ്റേഴ്സ് ഡിനോമിനേറ്റേഴ്സ് ആവും. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? 616. ഇവിടുത്തെ ഡിനോമിനേറ്റർ 7 ആണ്, അത് ന്യൂമറേറ്ററായിട്ട് ഇൻറ്റു 7 എന്നാവും. ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റേഴ്സ് 4ഉം 22 ആണ്, അത് ഡിനോമിനേറ്റേഴ്സ് ആവും 4 ഇൻറ്റു 22. ഇത് നമുക്ക് ക്യാൻസൽ. നമുക്ക് ഈ 4ഉം 616 കൂടി 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 2s are 4. ഇവിടെ 3 ഇൻറ്റു 2 6. 1ൽ പോവില്ല 0. 16ൽ 8 ഇൻറ്റു 2 16. എഗെയിൻ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 154 എന്ന് വരും. ഇനി 22 ഇൻറ്റു 7 ആണ് 154. 7 ടൈംസ് ആണ്. 22 ഇൻറ്റു 7 ടൈംസ് ചെയ്താൽ 154 കിട്ടും. ഇപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 7 എഴുതാം. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് എഴുതുമ്പോൾ 7ഉം 7ഉം ആണ് ന്യൂമറേറ്റർ. അപ്പോൾ r² ഇസ് ഈക്വൽ ടു 7 × 7 ഈസ് 49. r² ഈക്വൽ ടു 49. r എങ്ങനെ കാണുക? സ്ക്വയർ റൂട്ട് ഓഫ് 49 ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. കാണാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് റേഡിയസ് ആണ്. റേഡിയസ് കിട്ടി 7 സെൻറ്റിമീറ്റർ.